ഗാവോ ഗാവോടി. എനിക്ക് ബീഫ് വേണ്ട, ഞാൻ ബീഫിന് എതിരാ. അതെന്താ നിന്നെ ബീഫ് കുടിച്ചു പഠിച്ചോ? ഇസ്മ തൊള്ളമ്മ ബീഫ് ഡാലോ. നിന്റെ അച്ഛന്റെ തൊള്ളേമേ ഡാലോടി. തേങ്ങ ഇവിടെ പട്ടിണി കിടന്ന് ചത്താനും വേണ്ടില്ല, ബീഫ് ഞാൻ കഴിക്കില്ല. ഇതെന്റെ കേരള മാതയാണേ സത്യം. हे മലബാറി മല്ലു പെണ്ണുങ്ങൾ ബീഫ് खाने के लिए इतना എതിർപ്പ് क्या है? മലയാളത്തിൽ പേസാനായിട്ട് എത്രയാണ് നമുക്കുണ്ടത്? അല്ല ബൈ മലയാളികൾക്ക് എന്താ ബീഫിനോട് ഇത്ര വിരോധം? അതൊന്നും എനിക്കറിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ബീഫ് തട്ടുന്നുണ്ടല്ലോ. അതെ, തട്ടിയാ വെട്ടാം. എന്നെ എത്രയൊക്കെ നിർബന്ധിച്ചാലും ശരി, ബീഫ് ഞാൻ കഴിക്കില്ല. ഐ ഹേറ്റ് ബീഫ്. ഇവളിത് കുറെ നേരായാലോ. ഗാവോടി ഗാവോടി. അതെ, ഇന്ന് ബീഫ് വരട്ടിയത് മതി. ഇന്ന് ബീഫ് വെന്താലും മതി കേട്ടോ. നല്ല മൊരിഞ്ഞടിച്ച 4 പൊറോട്ടയും ബീഫ് ഒരത്തിയതും, ബീഫ് മന്തി, ബീഫ് ബർഗർ, ബീഫ് റിബ് ബിരിയാണി, ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ. ബീഫ് ചാഹിയേ, മുझे ബീഫ് ചാഹിയേ, ബീഫ് കൊണ്ടുവാടാ. അരെ ഭായ്, ഇതിപ്പോ നമുക്ക് വല്ലാത്തൊരു അടിയായി കേട്ടോ. പട്ടിണി കിടന്നാലും ബീഫ് കഴിക്കൂലെന്ന് പറഞ്ഞോളാം. ഇപ്പൊ പട്ടിണി കിടന്നാലും വേണ്ടില്ല, അവർക്ക് ബീഫ് ഇല്ലാണ്ട് ഇറങ്ങൂല. ബീഫ് 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 ബീഫ്. ഇതിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഒരു ആവേശത്തിന് തട്ടിക്കൊണ്ടുകയും ചെയ്ത് നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിച്ചയച്ചാലോ? എന്റെ ബലമായ സംശയം ഇത് കേരളത്തിൽ നിന്ന് നമ്മുടെ കമ്മിറ്റിയെ മുടിപ്പിക്കാൻ ഇറക്കിയ ദുരന്തർ സ്പൈ ആണെന്നാ.